അച്ഛമ്മയുടെ മോനെ ചായക്കുടി ചായക്കുടി കഴിഞ്ഞ വീടി വലി. ആയി സിജു ഇവിടെ നിൽപ്പണ്ടാ. എന്തായാലും കൊത്തണ്ടാ. അതിന് ഇത് ചൂണ്ടലല്ലടാ. ഒയ്യോ സോറിടാ. എന്താടാ അങ്ങനെ അല്ലടാ നീ എന്ത് കൂടെ വന്നിക്കണ്? നിനക്കറിയാലോ ഞാൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ച കാര്യങ്ങൾ. അതിവിടെ ആർക്കറിയാത്തൊരു സിജു. നീ ആ വണ്ടിനൊക്കെ വല്ല സ്പീക്കറല്ല അതിൽ തിരികെച്ചിട്ടുണ്ടായിരുന്നത്. ഉള്ള ബഹളം മുഴുവൻ. എത്ര പേര് പ്രാഗി ഉണ്ടാവും അറിയാം നിന്നെ. ഇപ്പൊ എന്താ അവസ്ഥ എന്നിട്ട്? എന്താ പ്രശ്നം? പ്രശ്നം ഇന്നലെ വണ്ടി ഒന്ന് പകഞ്ഞു. എങ്ങനെ? ഷോർട്ടായതാ തോന്നുന്നുണ്ട്. അയ്യോ എന്നിട്ട് എന്റെ ചേട്ടല്ലേ. ആര് തണ്ണിമത്തനാ? മത്തൻ തന്നെ. ഇനി ഒന്നും പറയണ്ട. അവന്താ ചെയ്ത്? ഇത് പോകണ കണ്ടപ്പോ ഒരു ബക്കറ്റ് വെള്ളം കോരി വെച്ചതിലേക്ക്. അയ്യോ എന്ത് മണ്ടനടാവേ. എന്താ അവസ്ഥ എന്നിട്ട് വണ്ടിയുടെ? വണ്ടി ഇപ്പൊ പൂക്കാടിക്ക് തീ പിടിച്ച പോലെ. അല്ലടാ ജിജോ, അതിലൊരു കെട്ട് മയിൽപ്പില്ലാന്നില്ലടാ. കത്തിണ്ടാവൂലേ? അതിന് പഞ്ചവടി കൊണ്ട് ഒഴുക്കാനേ പറ്റുള്ളൂ. തന്നെ പറയാതിരിക്കാൻ പറ്റില്ലടാ ജിജോ. നിന്റെ തറവാട്ടിൽ 50% മണ്ടന്മാരാണ്. ഷിനോ, നീ കൊറേ കാലായി ഈ വീട്ടുകാരെ കുറ്റം പറയണട്ടാ. നിർത്തിക്കോ നീ, അതാ നിനക്ക് നല്ലത്. ചൂടാവലടാ നീ. പിന്നെ ചൂടാവുണ്ട്. അതിന് മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ജിജോ. നീ ഒന്ന് പറയാ രണ്ടാമത്തെ വീട്ടുകാരെ കുറ്റം പറയണ എന്തിനാ? ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? നിന്റെ വീട്ടിൽ 50% മണ്ടന്മാരാന്ന് പറഞ്ഞല്ലേ? വേണ്ടടാ, നിന്റെ തറവാട്ടിൽ 50% ബുദ്ധിമാന്മാരുണ്ട്. അങ്ങനെ പറ. നിനക്ക് വേറൊരു വണ്ടി വാങ്ങിച്ചൂടാ? എവിടുന്ന് കാശുണ്ടായിട്ട്? അതെ, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിലേ അത് നടത്തിത്തരാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു. മയിലോ കൂയിലോ പറഞ്ഞിട്ടുണ്ട്. മയിലോ കൂലല്ലടാ, പൗലോ കൊയിലോ. അങ്ങനെയാണോ പേര്? അയാള് വയസ്സം കാലത്ത് പേരും മാറ്റിയ? അയാള് വയസ്സം കാലത്ത് പേര് പറ്റില്ല, അതാണ് അയാളെ പേര്. എന്തേലും ആട്ടെ. ഇനി എന്താ പരിപാടി? എനിക്കൊരു അറേബ്യൻ വർമ്മ വേണം. എൻ്റെ പാസ്പോർട്ട് ഇല്ലട്ടോ മോനെ. മണ്ട തിന്നണ സാധന. അതെന്ത് സാധന? ഷവർമ്മ. ഓ, അതിൽ കാച്ചുണ്ട? പിന്നെ 40 രൂപ. ഇന്ന് തന്നെ വേണം നിർബന്ധണ്ടാ? എനിക്ക് 6 മണിയാകുമ്പോ വീട്ടിൽ പോകണടാ. എനിക്കും തന്നെ വേണം. ഈ കാച്ചിന വർമ്മയുടെ മേൽമുണ്ട് മാത്രമേ കിട്ടുള്ളൂട്ടാ. നിനക്ക് അത് മതിയാ? അത് പോരാ. പിന്നെന്ത് ചെയ്യാനാ? ബാക്കി നീ ഇട്ടോ. മതി 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 മതി, പേടിക്ക. ഒരു കാര്യം ചെയ്യും, തൽക്കാലം നീ ഇത് കഴിക്ക. അടിപൊളി സാധനമാണ്. മൈസൂർ പാക്കടാ. എന്നാ പറ, ആൾക്കാർ തെറ്റിയായിരിക്കല്ല. നല്ല മധുരണ്ട് അല്ലേ? അല്ലടാ, നിങ്ങൾക്കെന്താ 6 മണിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു? 6 മണിക്കാ? 6 മണിയാകുമ്പളേ നമ്മളെ രമണിച്ചില്ലേ? രമണിച്ച അയ്യമ്മ തുണി എടുക്കാൻ വരും. അതിന് നീ എന്തിനവിടെ? നീ ഷർട്ടും പാൻറ്റും കണ്ട? ഇതാ ഒരായമ്മ ഷർട്ടും കാരണം രഞ്ജുൻ്റെ തോന്നുന്നുണ്ട്. അടിപൊളി. എന്താടാ ഒരു ആളോട് ചോദിക്കാണ്ട് ഓരോരുത്തർ സാധനങ്ങൾ എടുക്കുക, എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് എടുക്കുക. എടാ അങ്ങനെയാണെങ്കിൽ ഈ മൈസൂർ പാക്ക് വരെ തിന്നാൻ പറ്റുമോ? ഇത് എവിടുന്ന? ഇതാ കാണാൻ വീട്ടിൽ പെട്ടിയിലിരുന്നാണ്. ആളെ കൊല്ലുവോ നീ? ആടാ, അങ്ങനെയാണ്. കഴിഞ്ഞ ആഴ്ച മരിക്കണ്ടേ? കഴിഞ്ഞ ആഴ്ച എന്തേ? അതൊന്നുമില്ല. നിന്റെ മാമൻ്റെ മോളെ കല്യാണം കഴിഞ്ഞാ? ഏത് മാമേ? നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടില്. പഞ്ചായത്താ? പഞ്ചായത്ത് അറിയില്ല ഇപ്പൊ. ലേഡീസ് ഹോസ്റ്റൽ കണ്ടില്ല? ലേഡീസ് ഹോസ്റ്റലിന്റെ തൊട്ടിപ്പുറത്തെ വീടില്ല ഒരെണ്ണം, മറ്റേ സീമൊക്കെ വന്ന വീടില്ലടാ. ഗോവിന്ദമാമ. ഗോവിന്ദമാമയ്ക്ക് 2 പെൺമക്കളുണ്ട്. അതില് ഇടത് കാലിന്റെ ചുള്ളി വരുമ്പോ കാക്കാപ്പള്ളിയുള്ള ഒരു മോളില്ലേ, ജലജ. ജലജയുടെ കല്യാണം കഴിഞ്ഞ? ഇല്ലടാ, നീ അറിഞ്ഞില്ലപ്പോ? എന്തേ? മാമ മരിച്ചു. അയ്യോ, പിന്നെ 1 കൊല്ലം കഴിയാണ്ട് കല്യാണം നടക്കില്ല. അല്ല, മാമ എങ്ങനെ മരിച്ച്? അത് അമ്മായി ഒരു പാക്കറ്റ് കൊതുകുതിരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിനക്കറിയില്ല മാമ 5 മണി കഴിഞ്ഞ് ഓഫാന്നുള്ള കാര്യം? മാമ വന്നിട്ട് ഇത് പച്ചമുറുക്കാന്ന് പറഞ്ഞിട്ട് എടുത്ത് തിന്നു.
നോക്കണ്ട, അതെന്റെ തറവാടല്ല. അല്ല അയാളും കൂടി നിന്റെ തറവാട്ടിലാണെങ്കിലേ പിന്നെ നിങ്ങളെ ഒരൊറ്റ ആളും തോൽപ്പിക്കാൻ പറ്റില്ല. ഉം. അത്ര ഗംഭീരാണ് അയാള്. അത് ശരിയാണ്. എന്താ? അല്ലടാ, ഉം. നിന്റെ അമ്മായിയുടെ മോളെ കല്യാണം കഴിക്കാം. ആരാ? ചിഞ്ചിന്റെ? ആ. പൊന്നു മോനെ, അവളെ പിറകെ നടന്നിട്ടുണ്ടെങ്കിലേ ഉം. നീ ഉമ്മനീര് ഒറ്റ ചാവുള്ളൂടാ. അതെന്ത്? അവൾക്ക് 4 ഫോണും 40 സിമ്മാണ്. ഫുൾ ടൈം കുറുങ്ങലാണ്. പ്രാവന്നെ ആണാ? വേണ്ടല്ലേ? അല്ല വേഗം ചെല്ലുക അങ്ങോട്ട്. ഇപ്പൊ കിട്ടിയത് തന്നെ. എന്റെ മുന്നിൽ കുറെ പറ്റിയതാ, ചാവാണ്ട് കിട്ടിയത് ഭാഗ്യം. അത് ശരി. നിന്റെ താക്കോലല്ലേ? ആ. എന്നിട്ടുണ്ട പോക്കറ്റില് നായക്കൊണ്ട പൊടി വെച്ചോ എടുക്കുന്നേ. അത് അതിന്റെ പൊതി പൊട്ടിണ്ട്, പുറത്തേക്ക് എടുത്താ പോണതാണ് പോക്കറ്റിലിട്ടുള്ളത്. നന്നായി. നിന്റെ തറവാട് ഇപ്പോഴും ഉണ്ടാ? തറവാടില്ലടാ, തറവാട് കത്തിപ്പോയി. എങ്ങനെ? ചെതലിനെ വരച്ചതാ. ആര്? ഞാൻ തന്നെ. കഴുക്കൊലിത്തിരി പഴയതായിരുന്നു. മിടുക്കൻ. എല്ലാരും പറയണ്ടോ അത്? പറയും. മാതിരി ചെയ്താണല്ലോ ചെയ്യണത്, പിന്നെ ഇങ്ങനെ പറയാണ്ടിരിക്കുക. എന്താ ചെയ്യാ, എല്ലാരും പറയുന്നുണ്ട്. സമയം ചെറിയ 5:30 നീ പൊക്കോ, അല്ലെങ്കിൽ നിന്നെ രമണിച്ച് ഡ്രസ്സോടെ ഒന്ന് കത്തിക്കും. അതൊരിക്കലും ഇല്ല മണ്ട. പിന്നെ ഇത് നനഞ്ഞ ഡ്രസ്സല്ലേ? ആ